ഹലോ, ഞാൻ ഇന്നൊരു മധുരമുള്ള കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 5 നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. പഴം എടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിനനുസരിച്ചാട്ടോ. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ മധുരം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഉടച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിതിങ്ങനെ ഓരോന്നും ആക്കി മാറ്റാം കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓരോന്നും അങ്ങനെ ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇവിടെ അതാ ഓരോന്നും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ ഒരു 2-3 ബ്രെഡും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. ഇനി ആദ്യം ഇത് ഓരോന്നും മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിനായിട്ട് നമ്മൾ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ അടിഭാഗം ബ്രൗൺ കളർ ആയാലേ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഇവ കോരിയിട്ട് മാറ്റാം. എന്നിട്ട് അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മുടെ സാധാ കട്ട്ലേറ്റിൻ്റെ അത്രയൊന്നും പണിയില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മധുരമുള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.